Hey, my beautiful souls, welcome back to One Team in School. Welcome back to another video of The English Lab. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ലാബിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 വാക്കുകളാണ്. ഓക്കെ, ആ 3 വാക്കുകൾക്ക് 3 സെപ്പറേറ്റ് മീനിങ് ഉണ്ട്. ഏകദേശം നമുക്ക് സിമിലർ ആണെന്നൊക്കെ തോന്നും, പക്ഷെ സിമിലർ അല്ല. അത് 3 തരത്തിലുള്ള വാക്കുകളാണ്. പലപ്പോഴും ഇംഗ്ലീഷിൽ കൺഫ്യൂസ്ഡ് ആയി പോകാറുള്ള, പല ആളുകൾക്കും കൺഫ്യൂഷൻ തോന്നാറുള്ള 3 വാക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ എഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. ഏതൊക്കെയാണ് ആ 3 വാക്കുകൾ എന്ന് അറിയണ്ടേ? ഇതാണ് ആ 3 വാക്കുകൾ. ഫസ്റ്റ് വൺ ഇസ് ആർട്ടിക്കുലേഷൻ, സെക്കൻഡ് വൺ ഇനൻസിയേഷൻ, അതുപോലെ തന്നെ മൂന്നാമത്തെ വാക്ക് പ്രൊനൗൺസിയേഷൻ. ഈ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്ന വാക്ക് പല ആളുകളും പ്രൊനൗൺസിയേഷൻ എന്നൊക്കെ പറയാറുണ്ട്. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. പ്രൊനൗൺസിയേഷൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ, നൗൺ ഫോമിൽ പ്രൊനൗൺസിയേഷൻ എന്ന് തന്നെ പറയണം. പ്രൊനൗൺസ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. പ്രൊനൗൺസ് ചെയ്യുക, ദാറ്റ് ഇസ് ദ വെർബ് ഫോം. അതിനെ നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയണം. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടിനെ, ആ ഒരു നൗൺ ഫോമിനെ നമ്മൾ പ്രൊനൗൺസിയേഷൻ എന്ന് തന്നെ പറയണം. കാര്യം ഇത് അടുത്ത് പറഞ്ഞ എന്താന്ന് പറഞ്ഞെങ്കിൽ പല ആളുകളും അത് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പറയരുത്, അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഓക്കെ, ഇനി ഓരോ വാക്കും പറയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓൾറൈറ്റ്, ഫസ്റ്റ് വൺ, എന്താണ് പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകും. ദാറ്റ്സ് ബെറ്റർ. ഇപ്പൊ എന്തായാലും നമ്മൾ പ്രൊനൗൺസിയേഷനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് അത് തന്നെ പറയാം. പ്രൊനൗൺസിയേഷൻ എന്താണ്? ഓരോ വാക്കുകളും ഏതൊരു ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും ഇറ്റ്സ് അബൌട്ട് ഹൗ യു സേ വേർഡ് കറക്റ്റ്ലി. കറക്റ്റ് ആയിട്ടൊരു വാക്ക് എങ്ങനെ നമ്മൾ പറയുന്നു, അതായത് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ സൗണ്ട്സ് ഇങ്ങനെ നമ്മൾ പറയണം, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള റൂൾസ് ഉണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള ഒരു പ്രിസൈസ്നെസ്സിനെയാണ് നമ്മൾ പ്രൊനൗൺസിയേഷൻ എന്ന് പറയാം. ദിസ് ഇസ് ആൻ അക്സെപ്റ്റഡ് വേ എ വേർഡ് ഷുഡ് ബി സ്പോക്കൺ ഇൻ പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും ആ ലാംഗ്വേജിലുള്ള ചില റൂൾസ് ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ആ വാക്ക് പറയേണ്ടത് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ പ്രൊനൗൺസിയേഷൻ എന്ന് പറയാം. ഇപ്പം ഇംഗ്ലീഷിൽ തന്നെ ഉള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കെഡ്യൂൾ എന്ന് പറയുന്ന ഒരു വാക്ക്. സ്കെഡ്യൂളിനെ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് അത് ഷെഡ്യൂൾ എന്നാണ് പറയാം. അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ സ്കെഡ്യൂൾ എന്നാണ് പറയാം. സ്കെഡ്യൂൾ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ ഷെഡ്യൂൾ എന്നുള്ളതും സ്കെഡ്യൂൾ എന്നുള്ളതും 2 രീതിയിലാണ്. പക്ഷെ ഇത് രണ്ടും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ഫോം തന്നെയാണ്. അപ്പൊ അത് പ്രൊനൗൺസിയേഷൻ ആണ്, കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്തത് എനൻസിയേഷൻ എന്ന് പറയുന്ന വാക്കാണ്. എനൻസിയേഷൻ മേ ബി നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്ക് തന്നെയാണ് എനൻസിയേഷൻ എന്ന് പറയുന്നത്. എനൻസിയേഷൻ ആക്ച്വലി ഇസ് ഓൾ അബൌട്ട് ദ ക്ലാരിറ്റി. നമ്മൾ ഒരു വാക്ക് എത്ര ക്ലിയർ ആയിട്ട് പറയുന്നു എന്നുള്ളതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് എനൻസിയേഷൻ എന്ന് പറയുന്നത്. ഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. അതായത് നമ്മൾ ഒരു സിറ്റുവേഷന് യൂസ് ചെയ്യുന്ന വാക്കുകൾ ആപ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞൊരു സാധനമാണ്, എത്ര ഇഷ്ടമായിരിക്കുന്നു, അതായത് ഭയങ്കര കഷ്ടമായിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മീനിങ് കൺവേ ആവോ? ഇല്ല. അപ്പൊ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഡിക്ഷൻ എന്ന് പറയുന്ന വാക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാനുള്ളത്. എനൻസിയേഷനിലും ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ദ ക്ലാരിറ്റി. ഓക്കെ, എത്ര ക്ലിയർ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാണ്, I'll come home എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവില്ല. I'll come home എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ അല്ലെ. ഞാൻ ഒരാൾ പറഞ്ഞിട്ട് കേട്ട ഒരു സംഭവമാണ്. ഒരാൾ സൗത്ത് കൊറിയയിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഒരു പെൺകുട്ടി ആളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, വെൽക്കം ടു സൗത്ത് കൊറിയ. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചത് വൈക്കം, എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു എന്നുള്ളതാണ്. അത് പിന്നെയും റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു, ഇതാണോ. പക്ഷെ പിന്നീട് ആ കുട്ടി സ്പെല്ല് ചെയ്തപ്പോഴാണ് വെൽക്കം എന്നുള്ളത് അവർ വൈക്കം എന്നാണ് പറഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലായത്. സോ ഇറ്റ്സ് അബൌട്ട് ദ എനൻസിയേഷൻ, ഇറ്റ്സ് അബൌട്ട് ദ ക്ലാരിറ്റി. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മൂന്നാമത്തെ വാക്കാണ് ആർട്ടിക്കുലേഷൻ. ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കുലേഷൻ ഇസ് ഓൾ അബൌട്ട് ദ മെക്കാനിക്സ് ഓഫ് സ്പീച്ച് പ്രൊഡക്ഷൻ. സൗണ്ട്സിൽ കൂടെ സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മെക്കാനിക്സിനെ, ആ ഒരു പ്രോസസ്സിനെയാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയാ അല്ലെ. എന്താണെന്ന് നോക്കിക്കോളൂ. ഇറ്റ്സ് എ ഫിസിക്കൽ ആക്ട് ഓഫ് മൂവിങ് യുവർ ഓർഗൻസ് ഓഫ് സ്പീച്ച് ടു പ്രൊഡ്യൂസ് സൗണ്ട്സ്. നമ്മളുടെ ഓർഗൻസ് ഓഫ് സ്പീച്ച് ഉണ്ടല്ലോ, ലിപ്പ്, ടീത്ത്, ടങ്, യൂല, ബാക്കിൽ പറയുന്ന താഴോട്ട് വരും തോറും വിൻഡ് പൈപ്പ് ആയിക്കോട്ടെ, ലങ്സ് ആയിക്കോട്ടെ, ഇതൊക്കെയും ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെയൊക്കെ മൂവ്മെന്റിലൂടെ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയാം. അപ്പൊ ഈ 3 വാക്കുകളും ഇതിലിപ്പോ ഏതാണെങ്കിലും, ലൈക്ക് ആർട്ടിക്കുലേഷൻ ആയിക്കോട്ടെ, എനൻസിയേഷൻ ആയിക്കോട്ടെ, പ്രൊനൗൺസിയേഷൻ ആയിക്കോട്ടെ, സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 3 വാക്കുകളാണ്. സോ ഐ ഹോപ്പ് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന്റെ ഒരു ബേസിക് അനാലിസിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് എടുത്തതാണ്. എന്തായാലും വാക്കുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ please do subscribe to One Team School, Future's favorite tuition hub. I'll come back with another informative video through the English Lab. Till then, this is me, Harry, signing off. Have a happy learning.